ഹായ്. അപ്പോൾ ഇന്ന് ഈ കാണുന്ന ഈ ഒരു വീഡിയോ നമ്മുടെ നാട്ടുപ്രദേശം തന്നെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. അപ്പോൾ ഇത് തോയ്ക്കാവ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ വേട്ടക്കുരുമകൻ കടവ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഈ ഒരു കടവും ഈ കടവത്തുള്ള വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടെ നമ്മൾ കാണിക്കുന്നത്. നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ വരാനുള്ള ഒരു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു വൈകിട്ടൊരു 5 മണി 5:30 ടൈമിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു കടവത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ബോട്ടിംഗ് ഉണ്ട്. ബോട്ടിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കടത്ത് വഞ്ചി എന്നൊക്കെ പറയില്ലേ, ഇംഗ്ലീഷിൽ പറയുമ്പോൾ ബോട്ടിംഗ് എന്നൊക്കെ പറയും. നമ്മളൊരു കടക്കാനുള്ളൊരു കടത്ത് വഞ്ചി കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കടവ് കടന്നിട്ട് ആ കടവ് കടക്കുമ്പോൾ കാണുന്ന കാഴ്ചകളും അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് ഒരു 5 മണി 5:15 ടൈം ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വേട്ടക്കുരുമകൻ കടവ് എന്ന് പറയുന്ന ഈ കടവത്തിൽ ഒരു ടെമ്പിളുണ്ട്, അമ്പലമുണ്ട്. ഈ അമ്പലത്തിൽ ഈ ഒരു 5 മണിയാകുമ്പോൾ വൈകുന്നേരം പാട്ട് വെക്കുന്ന ഒരു പാട്ടപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കൂടെ കേൾക്കുന്നത്. അപ്പം നമ്മളിവിടെ കടത്തുവഞ്ചി വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ കടത്തുവഞ്ചിയും കാര്യങ്ങളൊക്കെ ആൾക്കാരൊക്കെ വളരെ അപൂർവമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ഒന്ന് അക്കരെ കടന്ന് നോക്കാം, എന്താണ് കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് അറിയാലോ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോയുടെ കാണിക്കുന്നത് കേട്ടോ. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണുക. നമ്മുടെ ഈ ഒരു കായലും ഈ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാവർക്കും പരിചയപ്പെടാൻ പറ്റും. ഇതാണ് നമ്മുടെ ഹാഷ്മി ഗ്രാമീണ വേദി എന്ന് പറയുന്ന ക്ലബ്ബ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഇപ്പോൾ നമ്മൾ തോയ്ക്കാവ് കരുവന്തല മേച്ചിൽപ്പടി ഏരിയ വഴി വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ വന്ന് ചേരുന്ന ഭാഗത്ത് ഹാഷ്മി നഗർ എന്ന് എഴുതിയിട്ട് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡ് നോക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ ആ റോഡ് അവസാനിക്കുന്നത് ഈ കടവത്താണ്. അപ്പോൾ ആളുകൾക്ക് ഇങ്ങോട്ട് വരാൻ എളുപ്പം ആക്സസ് കിട്ടുന്ന ഒരു വഴി ഹാഷ്മി നഗർ ഗ്രാമീണ വേദി ചോദിച്ചു കഴിഞ്ഞാൽ ആരും ഈ ഒരു വഴിയിലേക്കുള്ള റൂട്ട് പറഞ്ഞുതരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നല്ല ഭംഗിയുള്ള കാഴ്ചകളും അതുപോലെ വഞ്ചി യാത്രകളൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ സ്ഥലമാണ്. ഈ കാണുന്നതാണ് ഹാഷ്മി ഗ്രാമീണ വേദിയുടെ ക്ലബ്ബാണ് കേട്ടോ. ഇതിന് തൊട്ടടുത്തായിട്ട് ഒരു ചായക്കടക്ക് ഉണ്ടായിരുന്നു മുമ്പ്, ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല. അപ്പോൾ നമുക്ക് പോകാനുള്ള കടത്ത് വഞ്ചിയാണ് വരുന്നത്. 2 ദ്വീപിൻ്റെ നടുക്കിൽ കൂടെ വരുന്നതാണ് നമ്മളെ കടത്ത് വഞ്ചി. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അതിനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് റെഡി ആയി നിൽക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ക്യാപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാണ്. അപ്പോൾ വഞ്ചി ഇങ്ങോട്ട് കരക്കലേക്ക് അടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ കയറിയിട്ട് നേരെ ഒരു 3/4 മണിക്കൂർ അരമണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. അങ്ങനെ അവസാനം നമ്മൾ കാത്തുന്ന പോലെ നമ്മുടെ വഞ്ചി വന്നു. പക്ഷേ ഇതിൽ വേറെ ആരുമില്ല കേട്ടോ, ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരെയും ഇവിടെ കാണാനില്ല. അപ്പോൾ ഈ പറയുന്ന ചേട്ടൻ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ വഞ്ചി തുഴഞ്ഞ് ജീവിക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നത് അയാളൊരു പാഷനായിട്ട് കണ്ടിട്ട് ചെയ്യുന്നൊരു പരിപാടി തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെറുപ്പം മുതൽ കാണുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഇയാൾ വേറെ ആരെങ്കിലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് അക്കരക്ക് വരാനുണ്ടോ എന്നുള്ള ഒരു നോട്ടം ആണിപ്പോൾ കാണുന്നത്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കും. എന്നിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂട്ടി കൊണ്ടുപോകും, ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് കണ്ട് പോകണം. അപ്പോൾ ഒരു വട്ടം നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു കായലും ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു വലിയ കായലും ഉണ്ട്. 2 കായൽ നമ്മൾ ക്രോസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ 2 കായൽ ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ടൈം എടുക്കും. അപ്പോൾ ഞങ്ങൾ മെല്ലെ വഞ്ചി എടുത്ത് പോകാനുള്ള പരിപാടിയാണ്. വേറെ ആരെയും കാണാനില്ല, കുറേ നേരം വെയിറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ നമ്മൾ നമ്മുടെ വഞ്ചി യാത്ര ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഈ വഞ്ചി യാത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ ഒരു 6 മണി 6:20 ആകുമ്പോൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പകലായി നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് യാത്ര ചെയ്യാൻ പറ്റും. എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ എത്തുമ്പോൾ ഒരു ഈവനിങ് 5:15 ടൈമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ കുഴപ്പമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇരുട്ടാവും. ഞാനിപ്പോൾ വന്ന് 5:15 മുതലൊരു അരമണിക്കൂർ ഈ വഞ്ചി കാത്തു നിന്നിട്ടാണ് ചേട്ടൻ വന്നത്. അപ്പോൾ ഞങ്ങൾ വഞ്ചി എടുത്ത് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇറങ്ങി ഞങ്ങളൊരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഈ ഏരിയ മൊത്തം എന്താ പറയുക ഇരുട്ട് കുത്തി തുടങ്ങും.
സ്കൂളിലോട്ടൊന്നും പോകണില്ല, സ്കൂൾ പിള്ളേരൊന്നും പോകാറില്ല. വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന ഈ ഒരു പ്രദേശം ഉണ്ടല്ലോ, ഈ ഒരു പ്രദേശത്ത് വികസനം എന്ന് പറയുന്ന ഒരു സംഭവം ഒട്ടും ഇല്ലാത്തൊരു സ്ഥലമാണ്. കാരണം നിങ്ങളൊരു 10-20 വർഷം മുമ്പ് ഈ ഒരു സ്ഥലം എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ ആയിരിക്കും 2025 ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് കാണാൻ പറ്റുക. നിങ്ങളൊരു 2000 കാലഘട്ടത്തിൽ കാണുന്ന അതേ ഈ ഒരു പ്രദേശം അതേ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും ഇപ്പോൾ 2025 ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഒരു 15 വർഷം മുമ്പായിരിക്കാം ഇവിടെ ഒരു ഫിലിം ഷൂട്ട് കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണത്. ഇതിലൊന്നും ഇപ്പോൾ ആൾക്കാരില്ല. നീവീശ്വരി ഇപ്പോൾ എന്ന് പറയുന്ന ഒരു ഗാനം ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു മെയിൻ സ്പോട്ടാണ് ഈ കാണുന്ന ഈ ഒരു 2 ദ്വീപ്. 2 ദ്വീപാൽ ചുറ്റപ്പെട്ട ഈ ഒരു കായൽ എന്ന് പറയുന്നത് നമുക്ക് കാണുമ്പോൾ വലിയൊരു സംഭവമല്ലായിരിക്കാം, പക്ഷേ പുറമേ നിന്ന് വരുന്ന ആളുകളുണ്ടല്ലോ, മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്കൊക്കെ ടൂറിസത്തിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. കാണാൻ ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അതുപോലെ ഇവിടുത്തെ വേറൊരു മെയിൻ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, മറ്റു വാഹനങ്ങളുടെ സൗണ്ട്, അതുപോലെ ഈ വണ്ടികൾ പോകുന്ന ശബ്ദ മലിനീകരണങ്ങളൊന്നുണ്ടല്ലോ, അങ്ങനത്തെ ഒരു സംഭവമൊന്നും ഈ ഒരു ഭാഗത്തില്ല. ആകെയുള്ളത് പ്രകൃതിയോട് ഇണങ്ങിക്കെടുക്കുന്ന പക്ഷികളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ചേട്ടനോട് പറഞ്ഞത് പ്രകാരം, ഈ ചേട്ടനോട് ഞാൻ പറഞ്ഞത് ജസ്റ്റ് നമുക്ക് ഈ വഴി ഒന്ന് അടുപ്പിച്ചിട്ടൊന്ന് പോവുകയാണെങ്കിൽ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് ഇവിടെ ഈ ഭാഗത്തൊന്നും ഇപ്പോൾ ആൾത്താമസമോ കാര്യങ്ങളൊന്നുമില്ല, എല്ലാ ഭാഗവും ഇപ്പോൾ കാലിയായി കിടക്കണം. വീട് മുമ്പ് ഒരു 10 വർഷം മുമ്പ് ഇവിടെ ആൾത്താമസവും അതുപോലെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആളുകളില്ല. ദ്വീപ് മൊത്തം എന്താ പറയുക, ആൾത്താമസം ഇല്ലാണ്ട് മൊത്തത്തിൽ കാട് പിടിച്ച് കിടക്കുന്ന ഒരു രീതിയിലായിട്ട് മാറി. ഒരു 5-10 വർഷം മുമ്പ് ഇവിടെ 10-12 കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്ന ഈ ഒരു ദ്വീപ്. ഇപ്പോൾ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട് മാറി. ഇപ്പോൾ ഈ കാണുന്ന ദ്വീപിലുള്ള എല്ലാ കുടുംബങ്ങളും ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് താമസാക്കി. അങ്ങനെ വന്നപ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കാണുന്ന ഇത്രയും മനോഹരമായ ഒരു ദ്വീപുണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ ആൾത്താമസമില്ല. അതുപോലെ ഈ പറഞ്ഞ പോലെ ടൂറിസം ആളുകളൊന്നും വരുന്നില്ല. ആൾക്കാർക്ക് ശ്രദ്ധ ഇല്ലാതായി, മൊത്തത്തിൽ കാട് പിടിച്ച് കിടക്കുന്ന ഒരു രീതിയിൽ കൈമാറി. ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങൾ നമ്മളെ നാട്ടിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് ആലപ്പുഴ പോലെയുള്ള സ്ഥലങ്ങളിലേക്കാണ് കൂടുതലായിട്ടും ആളുകൾ യാത്ര ചെയ്ത് പോയി കാണുന്നത്. നമ്മുടെ നാട്ടിൽ ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ടൂറിസമായിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നമ്മുടെ നാട്ടുകാർക്കോ അതല്ലെങ്കിൽ നമ്മളെ പഞ്ചായത്തിനോ അറിയില്ല എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ കാണുന്ന ഈ ഒരു 2 ദ്വീപ് എന്ന് പറയുന്നത്. കാരണം ഇത്രയും ഭംഗിയുള്ള ഈ ഒരു സ്ഥലത്ത് ഒരു ടൂറിസം വരിക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. സത്യത്തിൽ നമ്മുടെ പഞ്ചായത്തിലെ നമ്മുടെ വേണ്ടപ്പെട്ട അധികൃതർ ഇതൊക്കെ മുൻകൈ എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലുള്ള ആളുകൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല, അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിനോട്ട് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നൊരു കാര്യം ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ടൂറിസം എന്ന് പറയുന്ന സംഭവം വന്നു കഴിഞ്ഞാലാണ് ഏതൊരു സ്ഥലമാണെങ്കിലും ശരി, ഏതൊരു നാടാണെങ്കിലും ശരി, അറിയപ്പെടുക ടൂറിസത്തിൻ്റെ പേരിലാണ്. ടൂറിസം എന്ന് പറയുന്ന സംഭവം കൊണ്ടുവരാൻ ഇത്രയും അനുയോജ്യമായ നല്ലൊരു മനോഹരമായ സ്ഥലം നമ്മുടെ കയ്യിലുള്ളപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കണമെന്നറിയാതെ നടക്കുന്ന കുറച്ച് ഭരണാധികാരികളാണ് നമ്മുടെ പഞ്ചായത്തുകളിലുള്ളത്. അപ്പോൾ അവരൊക്കെ കൂടുതൽ യാത്രകൾ ചെയ്തിട്ടും അതുപോലെ കൂടുതൽ എന്താ പറയുക സ്ഥലങ്ങളും കാര്യങ്ങളും കണ്ടിട്ടൊക്കെ അവിടെ മറ്റ് സ്ഥലങ്ങളിൽ അതുപോലെ ആലപ്പുഴ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു ബാക്ക് വാട്ടർ ഉണ്ടല്ലോ, അവിടെ കണ്ടിട്ടുള്ള ആ ഒരു ഫെസിലിറ്റി കാര്യങ്ങൾ, അതുപോലെ യാത്ര ചെയ്യാനും ആളുകൾക്ക് പോകാനുള്ള ഒരു ഫെസിലിറ്റിയൊക്കെ നമ്മുടെ ഈ ഒരു പഞ്ചായത്തിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ, ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വഴിക്ക് വരും. രണ്ട് പുഴയാണ് നമ്മളെ ഈ ഒരു ഭാഗത്തുള്ള കേട്ടോ. ഒരു പുഴ എങ്ങണ്ടൂർ പഞ്ചായത്തിൻ്റെ ഭാഗത്തും മറ്റേത് വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുമായിട്ടാണ് വരുന്നത്. നമ്മൾ വഞ്ചിയിൽ കയറി കഴിഞ്ഞാലേ നമുക്ക് ഇതുപോലെ തുഴഞ്ഞിട്ടൊക്കെ പോകാൻ പറ്റും കേട്ടോ. നല്ല രസമാണ്, ഒരു പ്രത്യേക ഒരു എന്താ പറയുക വൈബാണ്. ഇങ്ങനെ നമ്മൾ തന്നെ തണ്ട് വലിച്ച് നമ്മൾ തന്നെ വഞ്ചി തുഴഞ്ഞിട്ട് ഇങ്ങനെ പോകാനുള്ളൊരു പരിപാടിയൊക്കെ നടക്കും.
സാധാരണ നമ്മൾ ബോട്ടിങ് പോകുമ്പോൾ നമ്മൾ വെറുതെ കാണാൻ കാഴ്ചക്കാരായിട്ട് ഇങ്ങനെ ഇരിക്കൽ മാത്രമല്ലേ ഉള്ളൂ. നമ്മളിത് നമ്മൾ തന്നെ വഞ്ചി തുഴയണം. നമ്മൾ തന്നെ തുഴഞ്ഞാലേ വഞ്ചി നീങ്ങുള്ളൂ. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ കൂടെ വേറെ ആരില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ വീഡിയോ എടുക്കണം, ഞാൻ തന്നെ തുഴയണം. അപ്പോൾ അത് കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമ്മൾ വീഡിയോ നമ്മൾ എടുക്കാതെ വേറെ ആളും കൂടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രസമാണ്. അതുപോലെ നമ്മൾ വഞ്ചിപ്പുണ്ടല്ലോ, നേരെ ചെന്ന് അടുക്കുന്ന ഈ ഒരു ഭാഗമാണ് വേട്ടക്കുരുമകൻ ടെമ്പിളുള്ള ഭാഗം, അമ്പലമുള്ള ഭാഗം. അപ്പോൾ അവിടേക്കാണ് ഈ വഞ്ചി അടുക്കുക. അപ്പോൾ അവിടെ ഇപ്പോൾ പുതിയതായിട്ട് ഹൗസ് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ഹൗസ് ബോട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഈ നമ്പർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മണിക്കൂറിന് 3000 രൂപയൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെയാണ് റേറ്റ് വരുന്നത് തോന്നുന്നുണ്ട്. മണിക്കൂറിനൊരു 3000 രൂപയൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കായലൊക്കെ മൊത്തത്തിൽ ഹൗസ് ബോട്ടിൽ ഫാമിലിയൊക്കെ ആയിട്ട് പോയി കാണാൻ പറ്റും കേട്ടോ. ഈ വീട്ടിൽ അങ്ങനെ ഒരു ഫെസിലിറ്റി ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഞാൻ അതിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ അതിൻ്റെ കൂടെ കൊടുക്കാം. എത്ര ചാർജ് വരുന്നത്? 3 മണിക്കൂറല്ലേ? മണിക്കൂറിന് 3000 വെച്ചിട്ട്. നമ്മളിപ്പോൾ ഈ ആലപ്പുഴ വരെ പോയിട്ട് ബോട്ടിങ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിനേക്കാളും ഭംഗിയുള്ള സ്ഥലം തന്നെ നമ്മൾ ഈ കാണുന്ന സ്ഥലമൊക്കെ. അപ്പോൾ ഇനി ഫാമിലി ആയിട്ടൊക്കെ ആർക്കെങ്കിലും ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഹൗസ് ബോട്ട് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഹൗസ് ബോട്ടിലത്തെ യാത്ര കിട്ടുന്ന ഒരു ഫീലിനേക്കാൾ കൂടുതൽ ബെറ്റർ ആയിരിക്കും ഇതുപോലെ നമ്മൾ ഈ ഒരു കടത്തുവഞ്ചി കിടക്കുന്നതായിരിക്കും. കാരണം നമുക്ക് ഒരുപാട് ടൈം എടുത്തിട്ട് കണ്ട് സാവകാശം തുഴഞ്ഞ് പോയി നമുക്ക് അനുഭവിക്കാൻ പറ്റും. അത്രയും നല്ലൊരു ഗുഡ് ഫീലിംഗ് ആണ് ഈ ഒരു കടത്തുവഞ്ചി കിടക്കുമ്പോൾ കിട്ടുന്നത്. ഇവിടുത്തെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ വണ്ടികളെ സൗണ്ടോ അതല്ലെങ്കിൽ സൗണ്ടുകളൊന്നുമില്ല. വെറും ഈ പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള കുറച്ച് കിളികളെ സൗണ്ടുകൾ അതുപോലെ അങ്ങനത്തെ സൗണ്ടുകൾ മാത്രമേ ഉള്ളൂ. അത് കാരണം തന്നെ നമുക്ക് ഈ ഒരു യാത്ര ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ മുന്നിൽ കാണുന്ന ഈ ഒരു അമ്പലം ഉണ്ടല്ലോ, ഇതാണ് വേട്ടക്കുരുമകൻ ടെമ്പിൾ കേട്ടോ. ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ വഞ്ചി സ്റ്റാർട്ട് ചെയ്യുക, ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യുക ഇവിടെ നിന്നാണ്. അതുപോലെ എങ്ങണ്ടിയൂർക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കടവ് കടന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് വന്നിട്ടാണ് കടത്ത് വഞ്ചി എടുക്കുക. ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ഇവിടുന്ന് ഓട്ടോ സൗകര്യം കാര്യങ്ങളുണ്ട്. നമുക്ക് എങ്ങണ്ടിയൂർ ഭാഗത്തേക്ക് പോകാനും അതുപോലെ ചന്തപ്പടി എങ്ങണ്ടിയൂർ ഏരിയ ഉണ്ടല്ലോ, ഹൈവേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ടാണ് പോകേണ്ടത് കേട്ടോ. ഇവിടെ പണ്ട് കാലങ്ങളിലുള്ള ഈ ഒരു ചവിട്ടിൽപ്പടിയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ വന്നിട്ടുള്ള ഈ വെയിറ്റിംഗ് ഷെഡൊക്കെ പുതുതായിട്ട് വന്നതാണ്. മുമ്പ് ഈ വെയിറ്റിംഗ് ഷെഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വെയിറ്റിംഗ് ഷെഡും കാര്യങ്ങളൊക്കെ പണിതിട്ടുണ്ട്. ഇത് ശരിക്കുണ്ടല്ലോ വേട്ടക്കുരുമകൻ കടവ് കാത്തിരിപ്പ് കേന്ദ്രം, അതാണ് ഇതിൻ്റെ ശരിക്കും വരുന്ന മലയാളം. നമ്മൾ ഈ വെയിറ്റിംഗ് ഷെഡ് എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ വെയിറ്റിംഗ് ഷെഡ് എന്ന് പറയുന്നുള്ളൂ. പക്ഷെ ശരിക്കും തന്നെ മലയാളം വേർഡ് നല്ല രസമുണ്ട്, കാത്തിരിപ്പ് കേന്ദ്രം. നല്ല ഭംഗിയുള്ള വീടല്ലേ. അപ്പോൾ ഇവിടെ വന്നിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു കടത്തുവഞ്ചി ഓരോ മണിക്കൂർ ഇടവിട്ടിട്ട് ഇവിടെ സർവീസ് ചെയ്യുന്നതാണ്. അതുപോലെ ഈ ഒരു കടത്ത് അവിടെ നിന്ന് എങ്ങണ്ടിയൂർക്ക് കടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചാർജ് വരുന്നത് 10 രൂപ ഉണ്ട്. പെർ ഹെഡ് വരുന്നത് 10 രൂപ റേറ്റ് വരുന്നുള്ളൂ. 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എങ്ങനെ പോയാലും ഒരു മണിക്കൂർ യാത്ര നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാരണം അവിടെ നിന്ന് കടത്തുവഞ്ചി എടുത്തു കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റെങ്കിലും എടുക്കും ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. തിരിച്ചു ഇവിടെ നിന്ന് അങ്ങോട്ടും ഒരു 20 മിനിറ്റ് ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു 10 രൂപ കയ്യിൽ 20 രൂപ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മണിക്കൂർ ഒരു 3/4 മണിക്കൂർ അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. രാവിലെ എത്ര മണിക്ക് തുടങ്ങുക? 6:40. 6:40 ആ ആ വീട്ടിൽ നിന്ന് വന്നാൽ ശരിയാവില്ല. 6:40 കടവത്ത് എത്തിയാൽ ഞാൻ ഉണ്ടാവും കേട്ടോ. ശരി. ഇങ്ങനെ പിടിക്കുന്ന കണ്ടു വലിക്കുകയും ചെയ്യും. ആ
6:40 അല്ലേ? ഓക്കെ ഓക്കെ, ഞാൻ നോട്ടെ. വന്നത് രാത്രി പോയി. ആ നമ്മളിപ്പോൾ വന്ന ടൈമേ കുറച്ച് ഇരുട്ടായി പോയി. അത് കാരണം വീഡിയോ ക്ലാരിറ്റി കുറച്ച് കുറവായി പോയി. ഈ കാണുന്ന ബോട്ടൊക്കെ പണ്ടെങ്ങാണ്ട് സുനാമി കണ്ട് വന്ന ടൈമിലെങ്ങാണ്ട് ഇവിടെ അടുപ്പിച്ചാൽ തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഇത് ഇത്രയും പൈസ കൊടുത്തിട്ട് ആൾക്കാർ ബോട്ട് വാങ്ങിക്കൊടുത്തിട്ട് കേടായിട്ട് ഇങ്ങനെ അടിഞ്ഞു കിടക്കും അവിടെ. കംപ്ലീറ്റ് കിളികളെ അതുപോലെ ഈ കൊക്കൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ വന്നിട്ട് ഈ മാട് നിറച്ചിപ്പോൾ ഫുള്ള് പക്ഷികളാണ്. അപ്പോൾ നമ്മൾ വൈകിട്ട് യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെ കാണാനുള്ള ഒരു ഭംഗി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കിളികളൊക്കെ കൂടണ ടൈം ആയതുകൊണ്ട് ഭയങ്കര സൗണ്ട് ആയിരിക്കും. നിങ്ങൾക്ക് ശരിക്കും വീഡിയോയിൽ കൂടെ അറിയാൻ പറ്റുമോ ഒരു സൗണ്ട്? ഒരൊറ്റ വീട് മാത്രമേ ഉള്ളൂ അതിനുള്ളിൽ. സമ്മതിക്കാൻ വേണം കേട്ടോ. ഈ കൂരി ഇരുട്ടിൽ ഈ ഒരു ദ്വീപിലുണ്ടല്ലോ, ഈ ഒരു ഐലൻഡ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഐലൻഡിൽ ഈ ഒരു ഒറ്റ ഫാമിലി മാത്രം ഇപ്പോൾ താമസിക്കണുള്ളൂ. അവർ ധൈര്യം എന്ന് പറഞ്ഞാൽ അബ്ബാര ധൈര്യം തന്നെ ആയിരിക്കും. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സമ്മതിക്കാനാണ് അവരെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വെളിച്ചക്കുറവ് ശരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഒരു ഭംഗിനെ ബാധിച്ചിട്ടുണ്ട്. കാരണം ഇത് ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മൾ ഈ രാത്രിയെ കാരണം നമുക്ക് എടുക്കുന്ന വീഡിയോ അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കിട്ടില്ല. എന്തായാലും ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ നല്ലപോലെ രാവിലെ വന്നിട്ട് ഒരു ദിവസം ഷൂട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ തന്നെ പറയും ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയും ഭംഗി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം കേട്ടോ. ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു വീഡിയോ, നല്ലൊരു വീഡിയോ ഞാൻ എന്തായാലും ഒരു ദിവസം പകൽ വന്നിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. നമ്മൾ വഞ്ചിയിൽ യാത്ര ചെയ്യാനാണ് ഇത്. സംഭവം കുറച്ചിങ്ങനെ ലാഗായ പോലെ വീഡിയോ പോകുമെങ്കിലും നമുക്ക് ഈ കാഴ്ചകൾ കണ്ടു പോകാൻ പറ്റും. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു യാത്രയാണ്. നമ്മൾ കുറച്ച് ലേറ്റായി പോയി. അതുകൊണ്ട് എന്തായാലും ഞാൻ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ പകൽ വന്ന് ഷൂട്ട് ചെയ്തിട്ട് ഞാൻ എന്തായാലും ഇടുക കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. ഞാൻ അടുത്ത പ്രാവശ്യം ഇടുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്തായാലും കിട്ടും. അപ്പോൾ ഓക്കെ കേട്ടോ, അടുത്ത വീഡിയോയിൽ കാണാം.